ഇവൻ നിന്റെ കൂടെ +2 പഠിച്ചതല്ലേ? ഇവൻ പ്രയാതത്തിനെ കൊഴിപ്പിക്കോ? എന്റെ അമ്മയോ മന്ത്രവാദി നല്ല ഇലക്ട്രീഷ്യനാ. അവൻ കണ്ടറിഞ്ഞൂടെ? അയ്യേ എന്തായേ +2 കഴിഞ്ഞപ്പോ അവന്റെ വീട്ടുകാരി ഉന്തി നള്ളി 4-5 വർഷത്തെ കോഴ്സ് എടുപ്പിച്ചില്ലേ? അതാണ് അവൻ രക്ഷപ്പെട്ടു. ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ? ശമ്പളമല്ലമ്മേ, ലാഭം. ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ. വിക്ടറി ITI ഷൊർണൂർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിപ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തി പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ ഇതിൽ വലിയ ശ്രമകരമായിട്ടുള്ള അവിടെ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് അവിടെ വാസ്തവത്തിൽ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ബൈസ്റ്റാൻഡർ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ബൈസ്റ്റാൻഡർ ആണോ പേഷ്യന്റ് ആണോ, ഏതായാലും അവിടെ ക്ലിനിക്കിൽ നിന്ന് അത്തരം കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാത്തത് കൊണ്ട് പോലീസ് അവിടെ നിന്ന് വലിയ രീതിയിൽ ഇടപെടൽ നടത്തി എവിടെയുണ്ട് എന്നുള്ളത്, അതാരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയാണ്. അതിന്റെ ഫൈനൽ ഘട്ടത്തിൽ ആയിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ഇതില് നമുക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ഉണ്ട്. 27 ടീമുകളാണ് ഉണ്ട്. ഒരു 26 ടീം, പിന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടീം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ കോർഡിനേഷന് വേണ്ടി പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുടെ ആവശ്യമില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് ആവശ്യമെങ്കിൽ നമുക്ക് അതിനൊരു ടീം സജ്ജമാണ്. അതുപോലെ സൈക്കോ സോഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവർ നിരന്തരമായിട്ട് കോളുകൾ വിളിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്കും ഈ ഒരു അവസരത്തിൽ വിധേയമാകേണ്ടതില്ല. അതോടൊപ്പം കോണ്ടാക്റ്റിൽ ഉള്ളവരെ നിരന്തരമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഈ മീറ്റിംഗിൽ LSDDയിൽ നിന്നുള്ള JDU പങ്കെടുത്തിരുന്നു. അപ്പോൾ പഞ്ചായത്തുകൾ ക്വാറന്റൈനിലുള്ളവർക്കും അതോടൊപ്പം തന്നെ ആ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്കും ആവശ്യമായിട്ടുള്ള ഈ ഭക്ഷണ സാമഗ്രികൾ, അതായത് അരിയോ മറ്റ് പലവ്യഞ്ജനമോ ഒക്കെ എത്തിച്ചു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിലൊക്കെയുള്ള നടപടികൾ ഈ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. പൊതുവിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ഇപ്പോൾ പാലക്കാട് മറ്റിപ്പോൾ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞൊരു കേസ് ഉണ്ടായപ്പോൾ ഇതേപോലെ ഇവിടെ ആക്ടിവിറ്റി നടന്നിരുന്നു. കാരണം അവിടുന്ന് ഉള്ള സമ്പർക്ക പട്ടികയിലുള്ളവർ ഇവിടെ എത്തിയിരുന്നു. ഇവിടെയാണ് താമസിച്ചിരുന്നത്, ജില്ലയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ സമാന്തരമായിട്ടൊരു സംവിധാനം ഇവിടെ അന്ന് പ്രവർത്തിച്ചിരുന്നു. DMOയുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. അഡീഷണൽ DHS ഡോക്ടർ റീത്ത ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. DHS കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഓരോ സൂക്ഷ്മാംശവും പരിശോധിച്ചുകൊണ്ടുള്ള എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ ഞാൻ രാവിലെ ബഹുമാന്യനായിട്ടുള്ള കേളു മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിരുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസവും സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് SC ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിന് എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഐസൊലേഷൻ ക്വാറന്റൈനിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനി പോസിറ്റീവായിട്ട് ആരെങ്കിലും വന്നാൽ അവരെ ഇവിടെ പ്രവേശിപ്പിച്ച് ചികിത്സിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, വ്യാജ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തരുത് എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മീഡിയ ടീം ചില വ്യാജ പോസ്റ്ററുകൾ, വ്യാജ പ്രചരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിനെതിരെ കേസെടുക്കുന്നതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള പ്രചരണങ്ങൾ ഒരു കാരണവശാലും ദയവായിട്ട് നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. നിപ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നിരീക്ഷണ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പാലക്കാട് ജില്ലയിൽ 173 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 100 പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും 73 പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമുണ്ട്. 52 പേർ ഹൈറിസ്കിലും 48 പേർ ലോ റിസ്കിലുമുള്ളവരാണ്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച 38-കാരിയായ തച്ചനാട്ടുകര സ്വദേശിനി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. രോഗിക്ക് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിരുന്നു. രണ്ടാമത്തെ ഡോസും നൽകി. ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവാണ്. 4 പേരുടെ സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് പരിശോധിക്കും. രോഗബാധ സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീടിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ കൃത്യവും വ്യക്തവുമായ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മന്ത്രി അറിയിച്ചു.
നിപ രോഗബാധയിൽ ലക്ഷണങ്ങൾ തീവ്രമാകുമ്പോഴാണ് വ്യാപനം കൂടുതലായി നടക്കുന്നത് എന്നുള്ളതിനാൽ ജൂലൈ 1 മുതൽ നിർണായകമായി പരിഗണിച്ച് വളരെ സൂക്ഷ്മമായ നിരീക്ഷണമാണ് നടക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. മണ്ണാർക്കാട് സ്വകാര്യ ക്ലിനിക്കിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമായ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഇദ്ദേഹം മലയാളിയല്ല എന്നും ഇദ്ദേഹത്തിന്റെ മൊബൈൽ സിഗ്നൽ മലപ്പുറം കേന്ദ്രീകരിച്ച് ലഭ്യമായതായും മന്ത്രി അറിയിച്ചു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, അഡീഷണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് പൊതുജനാരോഗ്യം ഡോക്ടർ കെ പി റീത്ത, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ, ആരോഗ്യവകുപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.